ഹലോ എവരിബഡി, നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കമ്പ്യൂട്ടർ ആർക്കിടെക്ചർ ആൻഡ് മൈക്രോ കൺട്രോളർ എന്നുള്ള സബ്ജക്റ്റിൽ വരുന്ന ഇൻ്റർഫേസിംഗ് പാർട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ 8051 ഇൻ്റർഫേസിങ്ങിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് രണ്ട് ബേസിക് ഇൻ്റർഫേസിംഗ് ആണ്. ഒന്ന് LED ഇൻ്റർഫേസിങ്ങും ഒന്ന് 7 സെഗ്മെൻറ്റ് LED ഡിസ്പ്ലേയും. ഈ രണ്ട് പാർട്ടിൻ്റെ അസംബ്ലി ലാംഗ്വേജ് ഇൻ്റർഫേസിംഗ് ആണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. അതായത് എങ്ങനെ നമ്മളിതിനെ ഇൻ്റർഫേസ് ചെയ്യുന്നു, അതുപോലെ അസംബ്ലി ലാംഗ്വേജിൽ നമ്മൾ എങ്ങനെ ഇതിൻ്റെ പ്രോഗ്രാം എഴുതുന്നു എന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ ഇതുവരെ നമ്മൾ കഴിഞ്ഞ രണ്ട് വീഡിയോസായിട്ട് ഡിസ്കസ് ചെയ്തത് സിമ്പിൾ പ്രോഗ്രാമിംഗ് എക്സാമ്പിൾസ് ഇൻ അസംബ്ലി ലാംഗ്വേജ് ആയിരുന്നു. അത് വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമ്മൾ സിമ്പിൾ പ്രോഗ്രാമിംഗ് എക്സാമ്പിൾസ് പറഞ്ഞു. ഓക്കെ, അപ്പോൾ നമുക്ക് ഇൻ്റർഫേസിങ്ങിലേക്ക് കിടക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ മൊഡ്യൂളിൽ രണ്ട് ടൈപ്പ് ഇൻ്റർഫേസിംഗ് ആണ് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഒന്ന് നമ്മൾ അസംബ്ലി ലാംഗ്വേജ് പ്രോഗ്രാമിംഗ് വെച്ചിട്ടുള്ള ബേസിക് ഇൻ്റർഫേസിങ്ങും അതുപോലെ പ്രോഗ്രാമിംഗ് ഇൻ സി വെച്ചിട്ടുള്ള ഇൻ്റർഫേസിങ്ങുമാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. പ്രോഗ്രാമിംഗ് ഇൻ സി വെച്ചിട്ടുള്ള ഇൻ്റർഫേസിംഗ് ഒക്കെ വളരെ ഈസിയാണ്. അപ്പോൾ അതിൽ സ്പെസിഫിക് ആയിട്ട് ഏതൊക്കെ ഇൻ്റർഫേസിംഗ് വേണമെന്ന് സിലബസിൽ കറക്റ്റായിട്ട് മെൻഷൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് എന്താണ്? LED ഇൻ്റർഫേസിംഗ്. അപ്പോൾ LED ഇൻ്റർഫേസിംഗ് പറയുന്നതിന് മുമ്പായിട്ട് നമുക്ക് എന്താണ് ഒരു ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ് എന്ന് അറിയണം. എല്ലാവർക്കും അറിയാം ബേസിക്കലി എന്താണ് LED എന്ന്. സോ LED are the semiconductor light sources. They are manufactured in different shapes, colors and sizes. For their low price, low power consumption and simple use, they have almost completely pushed aside other light sources, bulb at first place. Okay, commonly used LED will have a voltage drop of 1.7 volt and current of 10 milliampere to glow at full intensity. Full intensity ഒരു LED കത്തണമെങ്കിൽ അതിൻ്റെ പ്രാക്ടിക്കലി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഡയോഡിൻ്റെ വോൾട്ടേജ് ഡ്രോപ്പ് എന്ന് പറയുന്നത് 1.7 വോൾട്ടും കറണ്ട് എന്ന് പറയുന്നത് 10 മില്ലി ആംപിയറും ഈ ഒരു റേഞ്ചിൽ വെച്ചിട്ടാണ് നമ്മൾ മാക്സിമം ഫുൾ ഇൻറ്റൻസിറ്റി ബൾബ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ദിസ് ഈസ് അപ്ലൈഡ് ത്രൂ ദി ഔട്ട്പുട്ട് പിൻ ഓഫ് ദി മൈക്രോ കൺട്രോളർ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇതിനെ ഒരു മൈക്രോ കൺട്രോളറിൻ്റെ പോർട്ടിലേക്ക് കണക്ട് ചെയ്യുക എന്ന് നോക്കാം. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് LED ഇൻ്റർഫേസ് ചെയ്യാൻ നോക്കാം. അപ്പോൾ നിങ്ങൾ നോക്കുക, ഒരു ലൈറ്റ് എമിറ്റിംഗ് ഡയോഡിനെ നമുക്ക് രണ്ട് രീതിയിൽ ഇൻ്റർഫേസ് ചെയ്യാം. ഞാൻ ഫസ്റ്റ് കൊടുത്തിരിക്കുന്ന ഫിഗറിൽ എന്ത് ചെയ്തു, ഞാൻ LED കണക്ട് ചെയ്തു. LEഡിലേക്ക് ഞാനൊരു പോർട്ട് സെലക്ട് ചെയ്തു. പോർട്ട് 2.3 എന്നുള്ളൊരു പോർട്ട് സെലക്ട് ചെയ്തു. അല്ലേ, ഒരു ബേസിക് VCC വഴി ഞാൻ എന്ത് ചെയ്തു, എൻ്റെ ഡയോഡിനെ പോർട്ട് 2.3ലേക്ക് കണക്ട് ചെയ്തു. പിന്നെ ഒരു റെസിസ്റ്റർ നിങ്ങൾക്ക് കാണാം. അപ്പോൾ ഇതിൻ്റെ എക്സ്പ്ലനേഷൻ ഞാൻ ഇവിടെ ഇങ്ങനെ ഓപ്പോസിറ്റ് ഡയഗണലാണ് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾ നോക്കുക, ഇവിടെ നമ്മൾ കൊടുത്തിരിക്കുന്നത് LED will glow only if the pin value of microcontroller is low as current flows towards the pin due to its lower potential. അപ്പോൾ നമ്മളിവിടെ ഇങ്ങനെയാണ് നമ്മുടെ ഇൻ്റർഫേസിംഗ് പാർട്ട് കണക്ട് ചെയ്യുന്നതെങ്കിൽ വളരെ സിമ്പിളാണ്. നമ്മൾ ഓൾറെഡി ഇവിടെ VCC കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ VCC കൊടുക്കുന്നുണ്ടെങ്കിൽ നമ്മളിവിടെ ഈ കണക്ട് ചെയ്തിരിക്കുന്ന ഈ പോർട്ടിന് കറസ്പോണ്ടിങ് ആയിട്ട് എനിക്കൊരു ലോവർ പൊട്ടൻഷ്യൽ വരണം. ലോവർ പൊട്ടൻഷ്യൽ വന്നാൽ മാത്രമേ ആക്ച്വലി ഇവിടെ LED ഫോർവേഡ് ബയസ് ആവുള്ളൂ. ഫോർവേഡ് ബയസ് ആയാൽ മാത്രമേ ആക്ച്വലി എന്ത് ചെയ്യുള്ളൂ, അത് LED ഗ്ലോ ചെയ്യുള്ളൂ. അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ ഫസ്റ്റ് ഇൻ്റർഫേസിങ് കണക്ട് ചെയ്യുന്നത്. ഡയറക്റ്റ് VCC കൊടുക്കുന്നത് കൊണ്ട് തന്നെ LED ഫോർവേഡ് ബയസ് ആവും. അപ്പോൾ ഒറ്റ കാര്യമുള്ളൂ, നമ്മുടെ പോർട്ട് പിൻ എന്ന് പറയുന്നത് എന്തായിരിക്കണം, ലോവർ ആയിരിക്കണം. ഇങ്ങനെയാണ് നമ്മൾ ആദ്യം മൈക്രോ കൺട്രോളർ ഇൻ്റർഫേസ് ചെയ്യുന്നത്. സെക്കൻഡ് പാർട്ട് നിങ്ങൾ നോക്കുക, ഞാനൊരു മൈക്രോ കൺട്രോളർ പോർട്ട് പിൻ എടുത്തു. അപ്പോൾ ഞാനിവിടെ സെലക്ട് ചെയ്തിരിക്കുന്ന ഫസ്റ്റ് കേസിൽ ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്ന ഏത് പോർട്ടാണ്, പോർട്ട് 2.3, അതായത് സെക്കൻഡ് പോർട്ടിൽ തേർഡ് പിന്നാണ് ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്നത്. അത് നിങ്ങൾക്ക് ഏതും വരയ്ക്കാം, നോ ഇഷ്യൂസ്. അപ്പോൾ നിങ്ങൾ നോക്കുക, ഞാൻ രണ്ടാമത്തെ കേസിൽ ചെയ്തിരിക്കുന്നത് എന്താണ്, ഞാനൊരു മൈക്രോ കൺട്രോളർ 8051 മൈക്രോ കൺട്രോളർ എടുത്തു. അതിൻ്റെ പോർട്ട് പിന്നിൽ നിന്ന് ഞാനൊരു LEഡിലേക്ക് കണക്ട് ചെയ്തു. LEഡിയിൽ നിന്ന് ഞാൻ എന്ത് ചെയ്തു, ഒരു ഗ്രൗണ്ട് പൊട്ടൻഷ്യലിലേക്ക് ത്രൂ എ റെസിസ്റ്റർ കണക്ട് ചെയ്തു. അപ്പോൾ ഈ ഒരു കേസിൽ നമുക്ക് കിട്ടുന്ന എക്സാമ്പിൾ എന്താണ്, ഇതൊരു പോർട്ടാണ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ഫസ്റ്റ് എക്സാമ്പിളിൽ ആക്ച്വലി ഇതിലേക്ക് ഡയറക്റ്റ് സപ്ലൈ നമ്മൾ കൊടുക്കുന്നുണ്ട് 5 വോൾട്ടിൻ്റെ. ഇവിടെ അങ്ങനെയല്ല. അപ്പോൾ ആക്ച്വലി ഈ കേസിൽ നമുക്ക് പറയാൻ പറ്റും നമ്മൾ മൈക്രോ കൺട്രോളറിൻ്റെ പോർട്ട് ആണ് ആക്ച്വലി ഇവരുടെ സോഴ്സായിട്ട് ആക്ട് ചെയ്യുക. അപ്പോൾ ഇത് ഫോർവേഡ് ബയസ് ആവണമെങ്കിൽ ഈ ഒരു എൻഡ് പോസിറ്റീവും ഈ ഒരു എൻഡ് നെഗറ്റീവും ആവണം അല്ലേ. അപ്പോൾ ഈ രീതിയിൽ നമ്മൾ കണക്ട് ചെയ്യുകയാണെങ്കിൽ എന്തായിരിക്കും, അപ്പോൾ ഈ ഒരു ഇത് നമുക്ക് കണക്ട് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഫസ്റ്റ് കേസിൽ ഈ പിന്ന് ലോ ആക്കിയ പോലെ ഇവിടെ നമ്മൾ ഈ പിന്ന് എന്താക്കണം, ഹൈ ആക്കണം. അപ്പോൾ നമുക്ക് ബേസിക്കലി പറയാം, ഇതിൻ്റെ എക്സ്പ്ലനേഷൻ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഓപ്പോസിറ്റായിട്ട്. Interface 1 will glow LED only if the pin value of microcontroller is high as the current flows towards the ground. അപ്പോൾ എന്തായിരിക്കണം, ഇങ്ങനെ നമ്മൾ കണക്ട് ചെയ്യുന്നതെങ്കിൽ നമ്മുടെ മൈക്രോ കൺട്രോളറിൻ്റെ പോർട്ട് 2.3 എന്നുള്ള പിന്ന് ബേസിക്കലി എന്തായിരിക്കണം, ഹൈ ആയിരിക്കണം. അപ്പോൾ ഇങ്ങനെ മാത്രമേ നമുക്കിതിനെ ഇൻ്റർഫേസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ രണ്ട് രീതിയിലുള്ള ഇൻ്റർഫേസിങ് ടെക്നിക്സ് നിങ്ങൾ പഠിച്ചു വയ്ക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ് ആക്ച്വലി നമുക്കിതിൻ്റെ പ്രോഗ്രാമിംഗ് പറയുന്നതിന് മുമ്പായിട്ട് ഏറ്റവും
എക്സ്റ്റെൻഡ് ആയിട്ടുള്ള ഒരു ഇൻ്റർഫേസിങ് ഫിഗറാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഇൻ്റർഫേസിങ് ഫിഗറിൽ ആക്ച്വലി ഞാൻ 8 ഡിഫറെൻറ്റ് LEDs കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കിത് ഒരു 8 മാർക്കിനൊക്കെ ഈ LED ഇൻ്റർഫേസിങ് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ ഈ ഫിഗർ എക്സ്പ്ലെയിൻ ചെയ്യുക. അപ്പോൾ ജസ്റ്റ് അതിൻ്റെ ജനറൽ കോൺസെപ്റ്റ് മാത്രമേ ചോദിക്കുന്നുള്ളൂ എങ്കിൽ ഞാനിപ്പോൾ നേരത്തെ എക്സ്പ്ലെയിൻ ചെയ്ത 2 ഫിഗർ എന്ത് ചെയ്യാം, നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ ഈ ഫിഗർ കണ്ടിട്ട് കൺഫ്യൂഷൻ ആവണ്ട. നമ്മൾ ഓൾറെഡി 8051ൻ്റെ പോർട്ട് നമുക്കറിയാം. ഓക്കെ, പിൻ ഔട്ട് നമുക്കറിയാം. അപ്പോൾ 8051ൻ്റെ പിൻ ഔട്ട് നമ്മൾ നോക്കുമ്പോൾ നമ്മളിവിടെ ചെയ്യേണ്ട കാര്യം 40 പിന്നുള്ള ഡുവൽ ഇൻലൈൻ പാക്കേജാണ് നമ്മൾ 8051ൽ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ നോക്കുക, ഇതിൽ ജനറലായിട്ട് കണക്ട് ചെയ്യേണ്ട പിന്നുകളൊക്കെ നിങ്ങൾ കണക്ട് ചെയ്യാം. ഒരു ബുദ്ധിമുട്ടുമില്ല. എല്ലാ മാർക്കിങ്ങും ഒരു നെസസറി അല്ല. നമുക്ക് ആവശ്യമായ കാര്യങ്ങൾ മാത്രം നിങ്ങളിതിൽ മാർക്ക് ചെയ്യാം. അപ്പോൾ നിങ്ങൾ നോക്കുക, ഞാനൊരു 8051ൻ്റെ പിന്നോട്ട് വരയ്ക്കുമ്പോൾ അതിൽ 9th പിൻ എന്നുള്ളത് റീസെറ്റാണ്. അപ്പോൾ റീസെറ്റ് സ്റ്റേറ്റ് ഞാനിവിടെ കാണിച്ചു. റീസെറ്റ് സ്റ്റേറ്റ് നോർമലി ഇങ്ങനെയാണ്, നമ്മൾ ഒരു സ്വിച്ചിങ് മെക്കാനിസം വഴിയാണ് നമ്മളിവിടെ റീസെറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഒരു പുഷ് ബട്ടൺ സ്വിച്ചാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. ഈ ബട്ടൺ പ്രസ്സായി കഴിഞ്ഞാലാണ് ആക്ച്വലി നമ്മുടെ കംപ്ലീറ്റ് മൈക്രോ കൺട്രോളർ എന്താവുക, റീസെറ്റ് ആവുക. നെസസറി ആയിട്ടുള്ള പിൻസ് മാത്രം നിങ്ങൾ മാർക്ക് ചെയ്യുക. പിന്നെ നിങ്ങൾ നോക്കുക, 18ാമത്തെയും 19ാമത്തെയും പിൻ എന്ന് പറഞ്ഞാൽ ഓസിലേറ്ററി പിന്നാണ്. ക്രിസ്റ്റൽ ഓസിലേറ്ററാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ നോക്ക്, ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഈ 2 പിന്നുകളെ ഒരു കപ്പാസിറ്ററും ഒരു ക്രിസ്റ്റൽ ഓസിലേറ്ററും വഴി കണക്ട് ചെയ്തു. ഇത് നെസസറി അല്ല ഈ ഫിഗർ ഞാനിപ്പോൾ പറഞ്ഞു, പക്ഷേ എന്നാലും നിങ്ങൾക്ക് വരയ്ക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾ വരയ്ക്കുക. അപ്പോൾ 2 ഓസിലേറ്ററി പിന്ന് നമ്മൾ വരച്ചു. 33 പൈക്കോഫാരഡിൻ്റെ 2 കപ്പാസിറ്ററും ഒരു ക്രിസ്റ്റലും നമ്മൾ കണക്ട് ചെയ്തു. ഇങ്ങനെയാണ് നമ്മളിതിൽ ഓസിലേഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ നമ്മൾ മാർക്ക് ചെയ്തിരിക്കുന്നത് നമ്മളൊരു എക്സ്റ്റേണൽ ഡിവൈസായ LED ഇതിലേക്ക് കണക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ 31st പിന്നായ എക്സ്റ്റേണൽ ആക്സസ് ഇവിടെ എനേബിൾ ചെയ്തു. എക്സ്റ്റേണൽ ആക്സസ്, അപ്പോൾ എക്സ്റ്റേണൽ ആക്സസ് ജസ്റ്റ് കാണിക്കുക, റീസെറ്റ് പിന്ന് ജസ്റ്റ് കാണിക്കുക, ഓസിലേറ്ററി പിന്ന് ജസ്റ്റ് കാണിക്കുക. പിന്നെ നമുക്കറിയാം ഓൾറെഡി പിൻ നമ്പർ 40 ആണ് നമ്മളെ മൈക്രോ കൺട്രോളറിൻ്റെ VCC ആയിട്ട് ആക്ട് ചെയ്യുന്നത്. അതുപോലെ പിൻ നമ്പർ 20 ആണ് ഗ്രൗണ്ട് ആയിട്ട് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ VCCയും ഗ്രൗണ്ടും സെപ്പറേറ്റ് ആയിട്ട് ഇവിടെ മാർക്ക് ചെയ്തു. അപ്പോൾ ഇത്രയും പിന്നുകൾ ജനറലി നിങ്ങൾ മാർക്ക് ചെയ്ത് വെക്കുക. ഏതൊരു ഇൻ്റർഫേസിങ് ആണെങ്കിലും ഇതെല്ലാം നമ്മൾ കോമൺലി മാർക്ക് ചെയ്യണം. ഇനി നിങ്ങൾ നോക്കുക, ഞാനിപ്പോൾ LED ബേസിക് ഇൻ്റർഫേസിങ് പറഞ്ഞെങ്കിലും അതിൻ്റെ എക്സാക്ട് കോൺസെപ്റ്റിൽ ഞാനിവിടെ ചെയ്ത കാര്യം 8 ഡിഫറെൻറ്റ് LEDs കണക്ട് ചെയ്യുകയാണെങ്കിൽ സപ്പോസ് 8 ഡിഫറെൻറ്റ് LED നമുക്ക് ഓഫ് ചെയ്യണം, ഓൺ ചെയ്യണം. അപ്പോൾ ഞാൻ പോർട്ട് 0-ലെ 8 പോർട്ടുകൾ സെപ്പറേറ്റ്ലി യൂസ് ചെയ്തു. ഓക്കെ, ഒരു കറണ്ട് ലിമിറ്റിംഗ് റെസിസ്റ്റേഴ്സ് വഴി ഞാൻ 8 LEDയിലേക്ക് കണക്ട് ചെയ്തു. അപ്പോൾ നമുക്ക് ഒരു സ്പെസിഫിക് പ്രോഗ്രാം വഴി എന്ത് ചെയ്യാം, 8 LEDയും ഒരേ സമയം ഗ്ലോ ചെയ്യിക്കാം. സ്പെസിഫിക് സെറ്റ് ഓഫ് LEDസിന് മാത്രം ഗ്ലോ ചെയ്യിക്കാം. 8 LEDസിന് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യിക്കാം, ഓഫ് ചെയ്യിക്കാം. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് വളരെ സിമ്പിളായിട്ട് ഒരു LED ഇൻ്റർഫേസിങ് പഠിക്കാം. നിങ്ങൾക്ക് ഇതിൻ്റെ ലോജിക്ക് മനസ്സിലായല്ലോ. ഞാനിത് സെപ്പറേറ്റ് വരച്ച് തരാത്ത ടൈം ഇല്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ നിങ്ങൾ വരച്ച് പഠിക്കുക. അപ്പോൾ LED ഇൻ്റർഫേസിങ് കംപ്ലീറ്റ് ആയി. ഇനി നമ്മൾ LED ഇൻ്റർഫേസിങ്ങിൻ്റെ ഒരു ബേസിക് പ്രോഗ്രാമിംഗ് നമുക്ക് ഒന്ന് നോക്കാം. ഒരു ബേസിക് പ്രോഗ്രാമിംഗ് നമ്മൾ എങ്ങനെ പഠിക്കുന്നു എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഫ്ലാഷിംഗ് LED ആണ് ഞാൻ ഡിസ്കസ് ചെയ്യുന്നത്. ഫ്ലാഷിംഗ് LED, അതായത് ഒരു LED ഉണ്ടെങ്കിൽ അത് കണ്ടിന്യൂസ്ലി ഗ്ലോ ചെയ്തുകൊണ്ടിരിക്കണം. അതായത് ഓൺ ഓഫ് എന്നുള്ള സ്റ്റേറ്റിലേക്ക് മാറിക്കൊണ്ടിരിക്കണം. അപ്പോൾ ഇതിൻ്റെ അൽഗോരിതവും പ്രോഗ്രാമുമാണ് നമ്മൾ എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അൽഗോരിതം നോക്കുകയാണെങ്കിൽ നമ്മൾ ആദ്യം സ്റ്റാർട്ടാണ് ആദ്യം ചെയ്യുക. പിന്നെ ഫസ്റ്റ് LEDയെ ടേൺ ഓൺ ചെയ്യും, വെയിറ്റ് ഫോർ സം ടൈം. ഫസ്റ്റ് LED ടേൺ ഓൺ ചെയ്തിട്ട് കുറച്ച് സമയം ഡിലേ പ്രൊഡ്യൂസ് ചെയ്യണം. ടേൺ ഓഫ് LED, സെക്കൻഡ് LEDയെ ഫസ്റ്റ് LED ടേൺ ഓഫ് ചെയ്യണം, വെയിറ്റ് ഫോർ സം ഡിലേ, ഗോ ടു 2. അപ്പോൾ എന്താ ഇവിടുത്തെ സ്റ്റെപ്പ്? ആദ്യം നമ്മൾ പ്രോഗ്രാമിംഗ് സ്റ്റാർട്ട് ചെയ്യണം. ഫസ്റ്റ് LEDയെ ടേൺ ഓൺ ചെയ്യണം, ഒരു ഡിലേ പ്രൊഡ്യൂസ് ചെയ്യണം. ഫസ്റ്റ് LEDയെ ടേൺ ഓഫ് ചെയ്യണം, ഒരു ഡിലേ പ്രൊഡ്യൂസ് ചെയ്യണം. ഡിലേക്ക് ശേഷം വീണ്ടും ഈ രണ്ടാമത്തെ സ്റ്റെപ്പ് റിപ്പീറ്റ് ചെയ്യണം. അപ്പോൾ ഇങ്ങനെയാണ് LED ഓൺ ഓഫ് എന്നുള്ള സ്റ്റേറ്റ് നമുക്ക് കിട്ടുക. അപ്പോൾ നമുക്കിതിൻ്റെ പ്രോഗ്രാമിംഗ് ഒന്ന് നോക്കാം. ഞാൻ ആദ്യം ഇതിൻ്റെ ഒറിജിൻ സെറ്റ് ചെയ്തു 0000H അല്ലേ. ക്ലിയർ പോർട്ട് 2.3. അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞ ഈ ഫിഗർ പ്രകാരം പോർട്ട് 2.3 ആണ് ഞാൻ ആക്ച്വലി ഇൻ്റർഫേസ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, പോർട്ട് 2.3ൽ എന്തെങ്കിലും വാല്യൂസ് ഉണ്ടെങ്കിൽ അതിനെ ഇനീഷ്യലി ക്ലിയർ ചെയ്തു. പിന്നെ ഞാനൊരു ഡിലേ സെറ്റ് ചെയ്തു, കോൾ ഡിലേ. അപ്പോൾ ഡിലേ പ്രോഗ്രാമിംഗ് നമുക്ക് സെപ്പറേറ്റ് പറയാം. ഈ ഡിലേ പ്രോഗ്രാമിംഗ് ഞാനിവിടെ രണ്ടും കൂടി ചേർത്താലാണ് നമുക്ക് ഈ ഫ്ലാഷിംഗ് അൽഗോരിതം ആവുള്ളൂ. അപ്പോൾ ഞാൻ ഒരു കോൾ ഡിലേ ഇവിടെ കൊടുത്തു അല്ലേ. ഡിലേ പ്രോഗ്രാമിംഗ് ആക്ച്വലി ഞാൻ അടുത്ത സ്ലൈഡിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്, ഞാൻ പറയാം. അപ്പോൾ ഡിലേ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. പിന്നെ സെറ്റ് ബിറ്റ് P2.3. സെറ്റ് ബിറ്റ് P2.3 എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ പറഞ്ഞ പോലെ LEDയെ ടേൺ ഓൺ ചെയ്യാൻ അല്ലെങ്കിൽ അതിലേക്ക് ഒരു സ്പെസിഫിക് ആയിട്ടുള്ള വാല്യൂവിനെ നമ്മൾ സെറ്റ് ചെയ്തു P2.3 അല്ലേ. വീണ്ടും നമ്മളൊരു ഡിലേ പ്രൊഡ്യൂസ് ചെയ്തു, ഷോർട്ട് ജംപ് ടു ലൂപ്പ്. അപ്പോൾ എന്താ ഇവിടെ സംഭവിക്കുക വെച്ചാൽ ഇവിടെ ആകെ ഒരൊറ്റ കാര്യം നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവുള്ളൂ. ഈ കോൾ ഡിലേ എന്താണെന്ന് നമുക്കിപ്പോൾ പറയാം. അപ്പോൾ ഞാൻ ആദ്യം എന്ത് ചെയ്തു, പോർട്ടിനെ ക്ലിയർ ചെയ്തു, ഒരു ഡിലേ ജനറേറ്റ് ചെയ്തു,
പോർട്ട് 2.3 ഒരു വാല്യൂ സെറ്റ് ചെയ്തു, വീണ്ടും ഒരു ഡിലേ പ്രൊഡ്യൂസ് ചെയ്തു, പിന്നെ എന്ത് ചെയ്തു, ലൂപ്പിനെ നമ്മൾ ഷോർട്ട് ജമ്പ് ചെയ്തു. അപ്പോൾ ഈ ഡിലേ പ്രോഗ്രാമിംഗ് എന്താണെന്ന് നമുക്ക് നോക്കണം, എന്നാലേ നമുക്ക് ഇതിൻ്റെ ഫ്ലാഷിംഗ് അൽഗോരിതം കംപ്ലീറ്റ് ആവുള്ളൂ. അപ്പോൾ ഡിലേ പ്രോഗ്രാമിംഗ് ഞാനിവിടെ എഴുതുകയാണെങ്കിൽ ആക്ച്വലി നിങ്ങൾ നോക്ക്, ഇതാണ് ഡിലേ പ്രോഗ്രാമിംഗ്. അതിൻ്റെ ജസ്റ്റ് ലൂപ്പ് ടെക്നിക്ക് നമുക്കൊന്ന് നോക്കാം. ആദ്യം നമ്മൾ സ്റ്റാർട്ട് ചെയ്തു, ലോഡ് എ നമ്പർ ഇൻ റാം ലൊക്കേഷൻ. റാം ലൊക്കേഷനിൽ ഒരു നമ്പർ ലോഡ് ചെയ്യണം. ഡിക്രിമെൻറ്റ് ദി റാം ലൊക്കേഷൻ ഇസ് റാം ഈക്വൽ ടു 0 ഇഫ് നോ ഗോ ടു 3 ആൻഡ് സ്റ്റോപ്പ്. അപ്പോൾ എന്താ നമുക്ക് പറയാം, അപ്പോൾ നമുക്കൊരു ഡിലേ പ്രൊഡ്യൂസ് ചെയ്യണം അല്ലേ. നമ്മളിപ്പോൾ ഓൾറെഡി ഇതിൻ്റെ അൽഗോരിതത്തിൽ പറഞ്ഞ തന്നെ ഒരു ഡിലേ പ്രൊഡ്യൂസ് ചെയ്യണമെന്നാണ്. അപ്പോൾ ഡിലേ പ്രൊഡ്യൂസ് ചെയ്യാൻ നമ്മൾ ഓൾറെഡി നമ്മുടെ പ്രോഗ്രാമിങ്ങിൽ ഡിലേ എഴുതിയിട്ടുണ്ട്. ആ ഡിലേ പ്രോഗ്രാമിംഗ് ആണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്തു, ഒരു ഏതെങ്കിലും രജിസ്റ്റർ എടുത്തു, R7 ഞാൻ 100 എന്ന് സ്റ്റോർ ചെയ്തു, 100. ഇനി എന്ത് ചെയ്തു, ഡിക്രിമെൻ്റ് ആൻഡ് ജമ്പ് ഇഫ് നോട്ട് 0 R7, അഗെയിൻ റിട്രീവ് അല്ലേ. അപ്പോൾ എന്താ ചെയ്തത്, 100 എന്നുള്ളൊരു ഹെക്സാഡെസിമൽ സെറ്റ് ചെയ്തു. ഈ ഹെക്സാഡെസിമൽ ആക്ച്വലി എന്ത് ചെയ്തു, ഡിക്രിമെൻ്റ് ആൻഡ് ജമ്പ് ഇഫ് നോട്ട് 0 R7, അഗെയിൻ എന്നാണ് പറഞ്ഞത്. അതായത് ഈ 100 എന്നുള്ളത് എന്ത് ചെയ്യണം, 100 എന്നുള്ളത് എന്തും ആയിക്കോട്ടെ, ഡിക്രിമെൻ്റ് ചെയ്ത് 0 എത്തണം. 0 എത്തുന്ന വരെ ആക്ച്വലി ഒരു ഡിലേ പ്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ ആദ്യം 100 ആവും. 100 എന്നുള്ളത് ഡിക്രിമെൻ്റ് ആൻഡ് ജമ്പ് ഇഫ് നോൺ 0 ആയതുകൊണ്ട് ഈ 100 എന്നുള്ളത് -1 ഡിക്രിമെൻ്റ് ചെയ്യും, വീണ്ടും ഡിക്രിമെൻ്റ് ചെയ്യും. ഒരു സ്പെസിഫിക് മൊമെൻറ്റിൽ നമ്മുടെ R7 വാല്യൂ 0 ആവും. അപ്പോൾ ഈ പ്രോസസ്സ് സ്റ്റോപ്പ് ആവും. അപ്പോൾ എന്താണ്, ഇത്രയും സമയം നമുക്കൊരു ഡിലേ ജനറേറ്റ് ചെയ്യുന്നുണ്ട്. ഈ ഡിലേക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഡിലേ പ്രോഗ്രാമിംഗ് എഴുതുന്നത്. അപ്പോൾ ആക്ച്വലി നിങ്ങൾ എഴുതുമ്പോൾ LED ഇൻ്റർഫേസിങ്ങിൻ്റെ പ്രോഗ്രാം എഴുതുമ്പോൾ നിങ്ങൾ ഈ പ്രോഗ്രാമും ഈ ഡിലേ പ്രോഗ്രാമും ചേർത്തുമാണ് എഴുതാൻ, എങ്കിൽ മാത്രമേ ഇത് കംപ്ലീറ്റ് ആവുള്ളൂ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, കറക്റ്റായിട്ട് ആദ്യം നമ്മൾ ഒറിജിൻ സെറ്റ് ചെയ്തു, നമ്മൾ സെറ്റ് ചെയ്യേണ്ട പോർട്ട് ക്ലിയർ ചെയ്തു, ഒരു ഡിലേ കോൾ ചെയ്തു, ആ ഡിലേ പ്രോഗ്രാമിംഗ് നമ്മളിപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്തു, പിന്നെ നമ്മൾ സെറ്റ് ചെയ്തു നമ്മളെ പോർട്ട് 2, വീണ്ടും ഒരു ഡിലേ കോൾ ചെയ്തു, പിന്നെ നമ്മൾ എന്ത് ചെയ്തു, ലൂപ്പിനെ ഷോർട്ട് ജമ്പ് ചെയ്തു. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് ഇതിൻ്റെ പ്രോഗ്രാമിംഗ് എഴുതാം. അപ്പോൾ എല്ലാവരും പഠിച്ചു വയ്ക്കുക. പ്രോഗ്രാമിംഗ് എടുക്കുന്നതിന് ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട്, എന്നാലും നിങ്ങളതൊന്ന് എഴുതി നോക്കുക, കറക്റ്റായിട്ട് പഠിക്കുക. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ LED എന്ത് ചെയ്യുന്നത്, ഇൻ്റർഫേസ് ചെയ്യുന്നത്. എല്ലാവർക്കും മനസ്സിലായല്ലോ ഇതിൻ്റെ ഫണ്ടമെൻ്റൽ ലോജിക്ക്. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാനുള്ള ഇൻ്റർഫേസിങ് 7 സെഗ്മെൻറ്റ് ഡിസ്പ്ലേ ഇൻ്റർഫേസിംഗ് ആണ്. സോ എന്താണ് എല്ലാവർക്കും അറിയാം 7 സെഗ്മെൻറ്റ് ഡിസ്പ്ലേ. നമ്മുടെ ട്രാഫിക് ലൈറ്റിലൊക്കെ നമുക്ക് കാണാവുന്ന ട്രാഫിക് കൗണ്ടിങ്ങിനൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത് LED 7 സെഗ്മെൻറ്റ് ഡിസ്പ്ലേ ആണ്. അപ്പോൾ ആക്ച്വലി എ 7 സെഗ്മെൻറ്റ് ഡിസ്പ്ലേ കൺസിസ്റ്റ് ഓഫ് 7 LED arranged in the form of squarish 8 slightly inclined to the right and a single LED as a dot character. Different characters can be displayed by selecting growing the required LED segments. അപ്പോൾ ഈ ഡോട്ട് ക്യാരക്ടേഴ്സ് നമുക്ക് ആവശ്യമില്ല, എന്നാലും നിങ്ങൾ ഓർത്ത് വയ്ക്കുക, നമുക്കൊരു ലെറ്റർ ഡിസ്പ്ലേ ചെയ്യണമെങ്കിൽ നമുക്ക് ഇതുപോലത്തെ 8 എന്നുള്ളൊരു പാറ്റേൺ യൂസ് ചെയ്യാം. അപ്പോൾ നമുക്കിവിടെ 7 എഴുതാം, 6 എഴുതാം, 5 എഴുതാം, 4 എഴുതാം. ഇങ്ങനെ എല്ലാ നമ്പേഴ്സും നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു 7 സെഗ്മെൻറ്റ് പാറ്റേണിൽ എനിക്ക് എഴുതാം. ഇവിടെ മേ ബി ചില കേസിൽ നമ്മൾ എക്സ്ട്രാ സെഗ്മെൻറ്റായ ഡോട്ട് സെഗ്മെൻറ്റ് യൂസ് ചെയ്യാറുണ്ട്. ഇപ്പോൾ ഞാൻ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എനിക്കിപ്പോൾ 5 എന്നുള്ള നമ്പർ ഒരു 7 സെഗ്മെൻറ്റ് ഡിസ്പ്ലേ വെച്ച് എഴുതണം. എനിക്കിങ്ങനെ എഴുതാം അല്ലേ. എനിക്ക് സപ്പോസ് എസ്, ഇംഗ്ലീഷ് ലെറ്റർ എസ് എന്ന് എഴുതണം. അതിന് ഞാൻ എന്ത് ചെയ്യും, ഈ 5 എന്ന് എഴുതിയിട്ട് ഞാൻ എക്സ്ട്രാ ഉള്ള ഡോട്ട് സെഗ്മെൻ്റ് ഇല്ലേ അത് എനേബിൾ ചെയ്യും. അപ്പോൾ എനിക്ക് എന്ത് ചെയ്യാം, ഇംഗ്ലീഷ് ലെറ്റേഴ്സാണ് ഞാൻ എഴുതുന്നതെങ്കിൽ എനിക്ക് ഡോട്ട് സെഗ്മെൻറ്റിനെ എനേബിൾ ചെയ്യാം, അല്ലെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാം, ഡോട്ട് സെഗ്മെൻറ്റിൻ്റെ ആവശ്യമില്ല. അങ്ങനെ ഒരുപാട് എക്സാമ്പിൾസ് നമുക്ക് പറയാം അല്ലേ. ഇപ്പോൾ 1 എഴുതണം, ഐ എന്ന് എഴുതണം. ഐ എന്നുള്ളത് ഇംഗ്ലീഷ് ലെറ്ററാണ്, അപ്പോൾ അതിന് ഡോട്ട് സെഗ്മെൻറ്റ് എനേബിൾ ചെയ്യണം. 1 എഴുതാൻ എനിക്ക് ഡോട്ട് സെഗ്മെൻറ്റിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, 7 സെഗ്മെൻറ്റ് ഡിസ്പ്ലേ പാറ്റേൺ വരയ്ക്കാം. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായല്ലോ ഇതിൻ്റെ ലോജിക്ക്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ, അപ്പോൾ എല്ലാ നമ്പേഴ്സും എങ്ങനെ നമ്മൾ 7 സെഗ്മെൻറ്റ് പാറ്റേൺ വെച്ച് എഴുതുന്നു നോക്കുകയാണെങ്കിൽ ആക്ച്വലി നമ്മൾ 0 നിങ്ങൾക്ക് ഇവിടെ കാണാം. അപ്പോൾ ഞാനിവിടെ സെഗ്മെൻറ്റിനെ മാർക്ക് ചെയ്യുകയാണ്. ഇങ്ങനെയാണ് ഞാൻ ആക്ച്വലി സെഗ്മെൻറ്റുകൾ വരയ്ക്കുന്നതെങ്കിൽ എങ്ങനെയാണ് സെഗ്മെൻറ്റ് ഞാൻ എഴുതുന്നത്, ABCDEFG ഇങ്ങനെയാണ് സെഗ്മെൻറ്റ് ഇരിക്കുന്നതെങ്കിൽ 0 എന്നുള്ള നമ്പറാണ് എനിക്ക് ഡിസ്പ്ലേ ഉണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യുകയാണ്, ഒരു സെഗ്മെൻറ്റിനെ ഡിസേബിൾ ചെയ്യാണ്. അപ്പോൾ ഡിസേബിൾ ചെയ്യേണ്ട സെഗ്മെൻറ്റ് ഏതാണ്, G എന്നുള്ള സെഗ്മെൻറ്റിനെ ഡിസേബിൾ ചെയ്യുക. 1 ആണ് ഞാൻ പ്രിൻറ്റ് ചെയ്യുന്നതെങ്കിൽ Bയും Cയും മാത്രം എനേബിൾ ചെയ്യുക, ബാക്കിയെല്ലാം ഡിസേബിൾ ചെയ്യുക. 2 ആണ് പ്രിൻറ്റ് ചെയ്യേണ്ടതെങ്കിൽ ഞാൻ എന്ത് ചെയ്യും, Aയും Bയും Gയും Eയും Dയും മാത്രം എനേബിൾ ചെയ്തു. 3 ആണ് ഞാൻ യൂസ് ചെയ്യുന്നതെങ്കിലോ, 3 ആണെങ്കിൽ എനിക്ക് 2 സെഗ്മെൻറ്റ് ഡിസേബിൾ ചെയ്താൽ മതി, Eയും Fഉം ഡിസേബിൾ ചെയ്യാം. 4 ആണെങ്കിൽ നിങ്ങൾ നോക്കുക, 4 ആണെങ്കിൽ എനിക്ക് ആക്ച്വലി A എന്നുള്ള സെഗ്മെൻറ്റും D എന്നുള്ള സെഗ്മെൻറ്റും E എന്നുള്ള സെഗ്മെൻറ്റും ഡിസേബിൾ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് 4 പ്രിൻറ്റ് ചെയ്യാം. ഇങ്ങനെ എനിക്ക് 0 തൊട്ട് 9 വരെയുള്ള 10 നമ്പേഴ്സും എനിക്ക് ആക്ച്വലി എന്ത് ചെയ്യാം, ഇതുപോലത്തെ ഒരു 7 സെഗ്മെൻറ്റ് LED പാറ്റേൺ വെച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഡിസൈൻ ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് ലോജിക്ക് മനസ്സിലായല്ലോ. ഇനി നമുക്ക് എങ്ങനെ ഇതിൻ്റെ ടേബിൾ വരയ്ക്കാൻ നോക്കാം. അപ്പോൾ ഇതാണ് ആക്ച്വലി ഇതിൻ്റെ ഇൻ്റർഫേസിങ് ഫിഗർ. ഇത് പറയുന്നതിന് മുന്നേ ആയിട്ട് നമ്മളിതിൻ്റെ ഒരു പാറ്റേൺ എല്ലാവരും പഠിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഞാൻ 0 തൊട്ട് 9 വരെയുള്ള ഡിജിറ്റ് ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്.
അല്ലേ? അപ്പോൾ നിങ്ങളിതിൽ ഫസ്റ്റ് കേസ് നോക്കുക, ഡി പി എന്നുള്ളതൊരു കോമൺ പിന്നായിട്ട് കൺസിഡർ ചെയ്യുക. അപ്പോൾ ഞാൻ ആദ്യം ഡിസ്പ്ലേ ചെയ്യുന്നത് 0 ആണ് അല്ലേ? 0 ആണെങ്കിൽ നിങ്ങൾക്ക് അറിയാം ഇങ്ങനെയാണ് 0 വരുന്നത്, എ ബി സി ഡി ഇ എഫ്. എ തൊട്ട് എഫ് വരെയുള്ള പിന്നുകളെല്ലാം 1 ആയിരിക്കും, പക്ഷെ ജി മാത്രം എന്തായിരിക്കും? 0 ആയിരിക്കും. അങ്ങനെയല്ലേ ആക്ച്വലി 0 നമ്മൾ ഡിസ്പ്ലേ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ നോക്ക്, നമുക്ക് ഇതിൻ്റെ ഹെക്സാഡെസിമൽ ഫോം എഴുതുകയാണെങ്കിൽ 000000111111 ഇങ്ങനെയാണ് ഇതിൻ്റെ പാറ്റേൺ വരിക. അപ്പോൾ എന്താ വരിക? 0011 എന്ന് പറഞ്ഞാൽ 3, 111 എന്ന് പറഞ്ഞാൽ എഫ്. അപ്പോൾ 3F എന്നായിരിക്കും ഇതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഹെക്സാഡെസിമൽ വാല്യൂ, 3F. ഇങ്ങനെ കിട്ടുന്നത് മനസ്സിലായല്ലോ. ഇനി നമ്മളിപ്പോൾ പറയുന്നത് 1 എന്നുള്ളൊരു കേസാണ്. 1 ആണ്. എനിക്ക് ബിയും സിയും മാത്രം എനേബിൾ ചെയ്താൽ മതി. ഇപ്പോൾ ബിയും സിക്കും മാത്രം ഞാൻ എന്ത് കൊടുത്തു? 1 കൊടുത്തു. ബാക്കി എല്ലാ പിന്നുകൾക്കും ഞാൻ 0 കൊടുത്തു. അപ്പോൾ ആക്ച്വലി എന്താ വരിക? 00000110. അപ്പോൾ എനിക്ക് ഹെക്സാഡെസിമൽ നമ്പർ 6 എന്ന് കിട്ടും എക്സാക്ട്ലി. ഇനി നിങ്ങൾ 2 നോക്ക്. 2 ആണ് ഞാൻ ആക്ച്വലി 7 സെഗ്മെൻറ്റ് പാറ്റേൺ വെച്ച് പ്രിൻറ്റ് ചെയ്യുന്നതെങ്കിൽ ഇങ്ങനെയാണ് എനിക്ക് വരിക. അപ്പോൾ ഏതൊക്കെ പിൻസ് വരും? എ ബി സി ഇല്ല, ഡി ഇ എഫ് ഇല്ല, ജി. അപ്പോൾ ഇത്രയും പിന്നെ ഞാൻ എനേബിൾ ചെയ്തു 2 പ്രിൻറ്റ് ചെയ്യാൻ. എനിക്ക് എന്ത് കിട്ടി? ഇതിൻ്റെ കറസ്പോണ്ടിങ് ഫോമായ 5B എന്ന് കിട്ടി. നിങ്ങൾ നോക്ക്, 0101 എന്ന് പറഞ്ഞാൽ 5, 1011 എന്ന് പറഞ്ഞാൽ ബി. ഇതുപോലെ എനിക്ക് എന്ത് ചെയ്യാം? 3 പ്രിൻറ്റ് ചെയ്യാം. 3 പ്രിൻറ്റ് ചെയ്യുമ്പോൾ എനിക്ക് ആക്ച്വലി 4F എന്ന് കിട്ടും. ഇതുപോലെ 4 ഇതുപോലെ എഴുതാം. 4ന് ഏതൊക്കെ സെഗ്മെൻറ്റ്സ് വേണം? ബി സി ഡി ഇ എഫ് വേണ്ട, ജി വേണം. അപ്പോൾ 4 നമ്മൾ എഴുതുകയാണെങ്കിൽ ആക്ച്വലി എനിക്ക് ഇതുപോലത്തെ ഒരു പാറ്റേൺ കിട്ടും. 4 നമ്മൾ എഴുതുകയാണെങ്കിൽ 66 എന്നുള്ള ഇക്വാലൻ്റ് ഹെക്സാഡെസിമലായിട്ട് നമുക്ക് 4 എഴുതാം. ഇതുപോലെ നമ്മൾ 5 എഴുതുകയാണെങ്കിൽ ഇങ്ങനെയാണ് 5 വരിക അല്ലേ? 5ൻ്റെ പാറ്റേൺ ഇവിടെ കാണാം നിങ്ങൾക്ക്. 5 എഴുതുകയാണെങ്കിൽ എനിക്ക് ഇക്വാലൻ്റ് വാല്യൂ 60 എന്ന് കിട്ടും. 6 എഴുതുകയാണെങ്കിൽ 70 എന്ന് കിട്ടും. 7 എഴുതുകയാണെങ്കിൽ 07 എന്ന് കിട്ടും. 8 എഴുതുകയാണെങ്കിൽ 7F എന്ന് കിട്ടും. 9 എഴുതുകയാണെങ്കിൽ 67 എന്ന് കിട്ടും. അപ്പോൾ ഈ ഒരു പാറ്റേൺ വെച്ച് നിങ്ങൾ എഴുതി നോക്കുക. നമ്മളിപ്പോൾ നേരത്തെ എഴുതിയിരിക്കുന്ന ഈ ഒരു പാറ്റേൺ കണ്ടില്ലേ? ഈ പാറ്റേൺ വെച്ച് നിങ്ങൾക്ക് ഈ 0 തൊട്ട് 9 വരെയുള്ള എല്ലാ നമ്പേഴ്സിൻ്റെ ഇക്വാലൻ്റ് ആയിട്ടുള്ള എക്സ് വാല്യൂ കണ്ടുപിടിക്കണം. അത് നിർബന്ധമാണ്. എങ്കിൽ മാത്രം നമുക്ക് എന്ത് പഠിക്കാൻ പറ്റുള്ളൂ? പ്രോഗ്രാമിംഗ് പഠിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ 7 സെഗ്മെൻറ്റ് ഡിസ്പ്ലേയുടെ ബേസിക് തിയറി എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഇനി നമുക്ക് നമ്മുടെ പ്രോഗ്രാമിംഗ് പാർട്ടിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ നമുക്ക് വേണമെങ്കിൽ ഇൻ്റർഫേസിംഗ് ഫിഗർ പറയാം. ഇൻ്റർഫേസിംഗ് ഫിഗർ എല്ലാവരും നോക്കുക. നമ്മൾ ആസ് യൂഷ്വൽ ഒരു 8051ൻ്റെ മൈക്രോ കൺട്രോളർ ഇവിടെ സെറ്റ് ചെയ്തു അല്ലേ? 8051ൻ്റെ ബേസിക് മൈക്രോ കൺട്രോളർ ഇവിടെ സെറ്റ് ചെയ്തു. എങ്ങനെയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്? ആസ് യൂഷ്വൽ XTAL1 XTAL2 ഞാൻ എന്ത് ചെയ്തു? ഓസിലേറ്റർ പിന്നായതുകൊണ്ട് ഇതിനെ ഡയറക്റ്റ്ലി കപ്പാസിറ്റർ ക്രിസ്റ്റൽ ഓസിലേറ്റർ അറേഞ്ച്മെൻറ്റിലേക്ക് കണക്ട് ചെയ്തു. നമ്മൾ ഫസ്റ്റ് ഫിഗറിൽ പറഞ്ഞ പോലെ തന്നെ അല്ലേ? റീസെറ്റ് പിന്നെ നമ്മൾ സെറ്റ് ചെയ്തു. അതുപോലെ തന്നെ എക്സ്റ്റേണൽ ആക്സസ്, നമ്മൾ എക്സ്റ്റേണൽ ഡിവൈസ് കണക്ട് ചെയ്യുന്നതുകൊണ്ട് എക്സ്റ്റേണൽ ആക്സസിനെ എനേബിൾ ചെയ്യുന്ന രീതിയിൽ ഒരു പിന്ന് കണക്ട് ചെയ്തു. പിന്നെ ഞാനിവിടെ എൻ്റെ 7 സെഗ്മെൻറ്റ് ഡിസ്പ്ലേ പാറ്റേണിൽ ഞാനിവിടെ 8 പിന്നുകൾ യൂസ് ചെയ്യുന്നുണ്ട് മൊത്തം അല്ലേ? 8 പിന്നുകൾ എന്ന് പറഞ്ഞാൽ ഡോട്ട് സെഗ്മെൻറ്റ് ഒക്കെ കൂട്ടിയിട്ട്, ഡോട്ട് സെഗ്മെൻറ്റ് നമുക്ക് റൗണ്ട് ചെയ്താൽ മതിയെങ്കിലും 8 സെഗ്മെൻറ്റ്സ് മൊത്തം വരുന്നുണ്ട്. എ ബി സി ഡി ഇ എഫ് ജി. അപ്പോൾ മൊത്തം 8 സെഗ്മെൻറ്റ്സ് നമുക്ക് ജനറലി പറയാം അല്ലേ? അപ്പോൾ 8 സെഗ്മെൻറ്റ്സുകൾ നമ്മൾ കോമൺ പിന്നുകളും കൊണ്ട് നോക്കി 8 സെഗ്മെൻറ്റ് ഉണ്ടെങ്കിൽ ആ 8 സെഗ്മെൻറ്റിനെ ഞാൻ പോർട്ട് 2ലേക്കാണ് കണക്ട് ചെയ്തത്. പോർട്ട് 2ലെ 8 പിന്നുകൾ 1 2 3 4 5 6 7 8 പിന്നുകളും നമ്മൾ സൈമൾട്ടേനിയസ് ആയിട്ട് നമ്മൾ 7 സെഗ്മെൻറ്റ് ഡിസ്പ്ലേയിലേക്ക് കണക്ട് ചെയ്തു. ഇനി നമുക്ക് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇതിൽ ഈ ഓരോ പിന്നും ഓരോ നമ്പറും ഏത് നമ്പറാണോ നമ്മൾ 7 സെഗ്മെൻറ്റ് ഡിസ്പ്ലേയിൽ പ്രിൻറ്റ് ചെയ്യേണ്ടത് അതിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാം? ഇതിൽ ഈ പോർട്ട് 2ലെ ഡിഫറെൻറ്റ് വാല്യൂസ് സെറ്റ് ചെയ്യുകയാണെങ്കിൽ എനിക്ക് എന്ത് കിട്ടും? ഡിഫറെൻറ്റ് വാല്യൂസ് ഇവിടെ കിട്ടും അല്ലേ? അപ്പോൾ നമ്മൾ ഈ സെറ്റ് ചെയ്യുന്ന വാല്യൂവിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാം? 0 തൊട്ട് 9 വരെയുള്ള നമ്പേഴ്സ് നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ പ്രിൻറ്റ് ചെയ്യാം. ഇങ്ങനെയാണല്ലോ ബേസിക്കലി ഇതിൻ്റെ ഇൻ്റർഫേസിങ് സർക്യൂട്ട് വരുന്നത്. അപ്പോൾ നമുക്ക് ഇത് വെച്ചിട്ട് നമുക്ക് ഇതിൻ്റെ പ്രോഗ്രാമിംഗ് ജസ്റ്റ് ഒന്ന് നോക്കാം. കുറച്ച് ലിറ്റിൽ ബിറ്റ് കൺഫ്യൂസിംഗ് ആണ് ഇതിൻ്റെ പ്രോഗ്രാമിംഗ്, എന്നാലും നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഞാനിവിടെ റെഡ് കളറിൽ കംപ്ലീറ്റ്ലി നമ്മുടെ ലൂപ്പുകളാണ് റെഡ് കളറിൽ മാർക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഇനീഷ്യലി ചെയ്യുന്ന കാര്യം, നിങ്ങൾക്ക് അറിഞ്ഞിരിക്കേണ്ട കാര്യം, ഇതിൻ്റെ പ്രോഗ്രാമിങ്ങിൻ്റെ മെയിൻ പാർട്ട് എന്ന് പറയുന്നത് ഈ സെഷനാണ്. അറേ എന്നുള്ള ഈ ഒരു ലൂപ്പാണ് ആക്ച്വലി നമ്മുടെ മെയിൻ പാർട്ട്. അതായത് 0 തൊട്ട് 9 വരെയുള്ള കറസ്പോണ്ടിങ് ഇത് നമുക്ക് 7 സെഗ്മെൻറ്റിൽ പ്രിൻറ്റ് ചെയ്യാൻ നമുക്ക് വേണ്ട സീക്വൻസുകളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ആദ്യം ഞാൻ ഒറിജിൻ സെറ്റ് ചെയ്തു. പിന്നെ ഞാൻ എന്ത് ചെയ്തു? ഇനീഷ്യലി സ്റ്റാർട്ടിംഗ് അഡ്രസ്സ് സെറ്റ് ചെയ്യാൻ ഞാൻ ഈ ഇനീഷ്യൽ ലൈൻ എഴുതും. പിന്നെ നിങ്ങൾ നോക്ക്, മൂവ് A,00H. ഇത് ആക്ച്വലി ചെയ്യുന്ന കാര്യം സെറ്റ് എ കൗണ്ട് ടു പോയിൻ്റ് അഡ്രസ് ഓഫ് ഈച്ച് ഡിജിറ്റ് പാറ്റേൺ. അപ്പോൾ ഞാൻ ഇനീഷ്യലി ഒരു കൗണ്ട് സെറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ ആദ്യം അക്യുമുലേറ്ററിന് എന്ത് ചെയ്തു? ക്ലിയർ ചെയ്തിട്ടാണ് നമ്മൾ ഈ ഓപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ ഒരു ലൂപ്പ് വഴി ഡിക്ലെയർ ചെയ്തു നെക്സ്റ്റ് എന്നുള്ള.
ഈ അക്യുമുലേറ്ററിൽ നമ്മൾ കൊടുത്തിരിക്കുന്ന വാല്യൂന് ഞാൻ R0 എന്നുള്ള രജിസ്റ്ററിലേക്ക് മൂവ് ചെയ്തു. ഇനി നമുക്ക് എന്ത് ചെയ്യണം, നമ്മളൊരു ഇൻ്റർഫേസിങ് ചെയ്യണം. ഞാനൊരു എക്സ്റ്റേണൽ മെമ്മറി DPTR ആണ് ഞാൻ എക്സ്റ്റേണൽ ഡിവൈസിൻ്റെ ട്രാൻസ്ഫറിങ്ങിന് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഡാറ്റ പോയിൻ്ററിലേക്ക് ഞാൻ അറേ സെറ്റ് ചെയ്തു. അറേ എന്നുള്ളത് ആക്ച്വലി നിങ്ങൾക്ക് ഇവിടെ കാണാം. അറേ എന്നുള്ളത് ഞാനിവിടെ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. ഓരോ ബിറ്റിനും ഓരോ അറേ നമ്പേഴ്സാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അല്ലേ. അപ്പോൾ ഈ ഒരു സ്റ്റെപ്പിൽ നമ്മൾ ഏതാണോ സെലക്ട് ചെയ്യുന്നത് ആ ഒരു അറേ നമ്പർ ആയിരിക്കും ഇവിടെ വരിക അല്ലേ. അറേ ഓൾറെഡി നമ്മൾ ഡിക്ലെയർ ചെയ്തിട്ടുണ്ടല്ലോ. യെസ്. പിന്നെ നിങ്ങൾ നോക്കേണ്ട കാര്യം മൂവ് CA@A+DPTR ഇതൊരു സ്പെസിഫിക് ടൈപ്പ് ഓഫ് അഡ്രസ്സിംഗ് മോഡാണ്. ഇത് നമുക്ക് എന്താണെന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഇത് ബേസിക്കലി ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഡിജിറ്റ് ഡ്രൈവ് പാറ്റേണിന് റീഡ് ചെയ്യാനാണ് നമ്മൾ ഈ ഒരു ലൈൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഓർത്ത് വയ്ക്കുക. അപ്പോൾ നമ്മൾ ആദ്യം ഇനീഷ്യലി അക്യുമുലേറ്റർ ക്ലിയർ ചെയ്തു. അക്യുമുലേറ്ററിലെ വാല്യൂന് R0ലേക്ക് മൂവ് ചെയ്തു. ഡാറ്റ പോയിൻ്ററിലേക്ക് നമ്മൾ അറേ വാല്യൂ സെറ്റ് ചെയ്തു. പിന്നെ നമ്മൾ എന്ത് ചെയ്തു, ഡിജിറ്റ് ഡ്രൈവ് പാറ്റേണിനെ ഡ്രൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു ലൈൻ യൂസ് ചെയ്തു. ഇനി നമ്മൾ എന്ത് ചെയ്തു, അക്യുമുലേറ്ററിൽ ഓൾറെഡി നമുക്കിപ്പോൾ ഒരു വാല്യൂ കിട്ടി. അതായത് നമ്മൾ റീഡ് ചെയ്ത വാല്യൂവിനെ നമുക്ക് അക്യുമുലേറ്ററിലേക്ക് നമ്മൾ എത്തിച്ചു. ഈ അക്യുമുലേറ്ററിൻ്റെ വാല്യൂവിന് ഞാൻ പോർട്ട് 2ലേക്ക് മൂവ് ചെയ്തു. പോർട്ട് 2ലാണ് നമ്മൾ കണക്ട് ചെയ്യുന്നതെങ്കിൽ ഇതിനെ ഞാൻ പോർട്ട് 2ലേക്ക് മൂവ് ചെയ്തു. ഇനി ഞാനൊരു ഡിലേ കോൾ ചെയ്തു. എല്ലാവരും നോക്കണേ. അപ്പോൾ എപ്പോഴും അങ്ങനെയാണല്ലോ, ഒരു ഡിലേ ജനറേറ്റ് ചെയ്തിട്ടാണല്ലോ നമ്മൾ ഈ ഓപ്പറേഷൻ ചെയ്യുക. അപ്പോൾ ഡിലേ പ്രോഗ്രാമിംഗ് ആക്ച്വലി ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ഡിലേ പ്രോഗ്രാമിംഗ് ഇവിടെ ഉണ്ട്. ആ ഡിലേനെ ഞാൻ ഇവിടെ കോൾ ചെയ്തു. പിന്നെ ഞാൻ എന്ത് ചെയ്തു, R0യിൽ നമ്മൾ ഓൾറെഡി നേരെ അക്യുമുലേറ്ററിലെ വാല്യൂവിന് നമ്മൾ മൂവ് ചെയ്യിച്ചിരുന്നു. അതിന് നമ്മൾ വീണ്ടും അക്യുമുലേറ്ററിലേക്ക് തന്നെ കോപ്പി ചെയ്തു. ഇനി നമ്മൾ എന്ത് ചെയ്തു, ഇപ്പോൾ അക്യുമുലേറ്ററിൽ നമുക്കൊരു വാല്യൂ കിട്ടി. അതിനെ നമ്മൾ ഇൻക്രിമെൻറ്റ് ചെയ്തു. ഇനി എന്ത് ചെയ്യാണ്, കമ്പയർ ആൻഡ് ജമ്പ് ഇഫ് നോട്ട് ഈക്വൽ A,#0AH. അപ്പോൾ 0 തൊട്ട് 9 വരെയുള്ള പാറ്റേണിലാണ് ഞാൻ എടുക്കുന്നത്. അപ്പോൾ 0AH എന്നുള്ളൊരു നമ്പർ ഞാനിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിനെ കമ്പയർ ആൻഡ് ജമ്പ് ഇഫ് നോട്ട് ഈക്വൽ എന്നുള്ള വാല്യൂ സെറ്റ് ചെയ്യണം. അതെന്താ സംഭവിക്കുക, 0A ആയിട്ട് കമ്പയർ ചെയ്യും. 0A മാച്ച് അല്ലെങ്കിൽ അത് നെക്സ്റ്റിലേക്ക് പോകും. അപ്പോൾ ആദ്യം 00, 01, 02 അപ് ടു 09 വരെ ഇത് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കും. ഈ ലൂപ്പ് ഇങ്ങനെ കണ്ടിന്യൂസ്ലി റൺ ചെയ്തുകൊണ്ടിരിക്കും. എപ്പോഴാണോ അത് 0A ക്രോസ് ചെയ്യുന്നത് അതോടെ നമ്മുടെ പ്രോഗ്രാം ഷോർട്ട് ജമ്പ് ചെയ്യും. അപ്പോൾ ഇങ്ങനെയാണ് ആക്ച്വലി വരിക. അപ്പോൾ ഞാൻ പറയുന്നൊന്ന് ശ്രദ്ധിക്കുക എല്ലാവരും. അപ്പോൾ ഞാനിവിടെ ഡിലേക്ക് വേണ്ടി സ്പെസിഫിക് ആയിട്ട് ഡിലേ ജനറേഷന് വേണ്ടിയിട്ട് ഞാൻ സ്പെസിഫിക് ആയിട്ട് ഇവിടെ ഒരു ലൈൻ കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഡിലേ ജനറേഷൻ്റെ സ്പെസിഫിക് ആയിട്ടുള്ള ലൈൻ എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ് അല്ലേ. യെസ്. അപ്പോൾ FFH വരെയാണ് ഞാൻ ഡിലേ സെറ്റ് ചെയ്തിരിക്കുന്നത് അല്ലേ. ഡിലേ സെറ്റ് ചെയ്താലേ നമുക്ക് കറക്റ്റായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഞാൻ ആദ്യം എന്ത് ചെയ്തു, അക്യുമുലേറ്റർ ക്ലിയർ ചെയ്തു. അക്യുമുലേറ്ററിൻ്റെ വാല്യൂന് R0ലേക്ക് മൂവ് ചെയ്തു. ഡാറ്റ പോയിൻ്ററിലേക്ക് നമ്മൾ അറേ ഡിക്ലെയർ ചെയ്തു. അപ്പോൾ അറേയിലെ ആ വാല്യൂ സ്പെസിഫിക് ആയിട്ട് ഇങ്ങോട്ട് വരാൻ നമ്മൾ യൂസ് ചെയ്യുന്നത് മൂവ് CA@A+DPTR എന്നുള്ള സ്പെസിഫിക് ആയിട്ടുള്ള ഇൻസ്ട്രക്ഷനാണ്. അപ്പോൾ ഇതെല്ലാവരും പഠിച്ചു വയ്ക്കുക. ഇത് ബേസിക്കലി ദിസ് ഈസ് യൂസ്ഡ് ടു റീഡ് ദി ഡിജിറ്റ് ഡ്രൈവ് പാറ്റേൺ. ഓക്കെ. ഇനി നമുക്ക് അക്യുമുലേറ്ററിൽ നമുക്ക് ഓരോ അറേ വൈസ് ആയിട്ടുള്ള വാല്യൂസ് കിട്ടി. അതിന് നമ്മൾ പോർട്ട് 2ലേക്ക് മൂവ് ചെയ്തു. ഒരു ഡിലേ കോൾ ചെയ്തു അല്ലേ. R0ന് നമ്മൾ Aയിലേക്ക് മൂവ് ചെയ്തു. R0 നമ്മൾ ഓൾറെഡി ഇവിടെ സെറ്റ് ചെയ്തിരുന്നു ഈ നെക്സ്റ്റ് എന്നുള്ള ലൈനിൽ. പിന്നെ ഓരോ തവണ നമ്മൾ അറേ അക്യുമുലേറ്ററിനെ എന്ത് ചെയ്തു, ഇൻക്രിമെൻറ്റ് ചെയ്തുകൊണ്ടേയിരുന്നു. അപ്പോൾ ഓരോരോ ലൈനായിട്ട് നമുക്ക് കിട്ടും. 0AH എന്നുള്ളൊരു ത്രഷോൾഡ് ഞാൻ സെറ്റ് ചെയ്തു. ആ ത്രഷോൾഡ് വരെ ഈ ലൂപ്പ് നെക്സ്റ്റ് എന്നുള്ള ലൂപ്പ് കണ്ടിന്യൂസ്ലി റൺ ചെയ്തുകൊണ്ടിരിക്കും. അത് കഴിഞ്ഞ് നമ്മുടെ പ്രോഗ്രാം എക്സിക്യൂട്ട് ആവും. അപ്പോൾ 0 തൊട്ട് 9 വരെയുള്ള എല്ലാ നമ്പേഴ്സും നമുക്ക് നമ്മുടെ 7 സെഗ്മെൻറ്റ് ഡിസ്പ്ലേയിൽ സ്പെസിഫിക് ആയിട്ട് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇതിലാകെ കൺഫ്യൂഷൻ വരുന്നൊരു സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഈ സ്റ്റെപ്പ് മാത്രമാണ്. ഇത് നിങ്ങളെല്ലാവരും പഠിച്ചു വയ്ക്കാം. അപ്പോൾ ഇങ്ങനെയാണ് ബേസിക്കലി ഇതിൻ്റെ പ്രോഗ്രാമിംഗ് എഴുതുന്നത്. അപ്പോൾ ഓരോന്നും 0ക്ക് 3F, 1ന് 06, 2ക്ക് 5B, 3ക്ക് 4F, 4ന് 6X, 5ക്ക് 6D, 6ന് 7D, 8ന് 07, 7ന് 07, 8ന് 7F, 9ന് 6F. ഈ രീതിയിൽ നമ്മൾ ഓരോന്നിനും ഓരോ നമ്പർ സ്പെസിഫിക് ആയിട്ട് കൊടുക്കും. ഓൾറെഡി നമ്മൾ അതിൻ്റെ ടേബിളിൽ പഠിച്ചതാണ്. അപ്പോൾ ഈ രീതിയിലാണ് നമ്മളിതിൻ്റെ പ്രോഗ്രാമിംഗ് എഴുതുന്നത്. എല്ലാവരും എഴുതി പഠിക്കുക. അപ്പോൾ ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ഒരു ഒറ്റ സ്റ്റെപ്പ് മാത്രമേ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവാൻ ചാൻസ് ഉള്ളൂ. ആ സ്റ്റെപ്പ് നമ്മളിവിടെ സ്പെസിഫിക് ആയിട്ട് പറയുന്നുണ്ട്. ഏതായിരുന്നു? അപ്പോൾ ഒരൊറ്റ സ്റ്റെപ്പ് മാത്രമേ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവാൻ ചാൻസ് ഉള്ളൂ. അതിവിടെ സ്പെസിഫിക് ആയിട്ട് പറയുന്നുണ്ട് എന്താണ് ഇതിൻ്റെ എക്സ്പ്ലനേഷൻ എന്ന്. അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ ഇതിൻ്റെ പ്രോഗ്രാമിംഗ് എഴുതുന്നത്. പ്രോഗ്രാമിംഗ് ലോജിക്ക് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. എങ്ങനെയാണ് അപ്പോൾ 7 സെഗ്മെൻറ്റ് ഡിസ്പ്ലേ വർക്ക് ചെയ്യുന്നതെന്ന് കറക്റ്റായിട്ട് ഓർത്ത് വെക്കുക. അതിൻ്റെ ബേസിക് ആയിട്ടുള്ള LED-യും അതിൻ്റെ പ്രോഗ്രാമിംഗ് ഒക്കെ നിങ്ങൾ പഠിച്ചു വെക്കുക. അപ്പോൾ ഇതാണ് അസംബ്ലി ലാംഗ്വേജ് പ്രോഗ്രാമിൽ നമുക്ക് പഠിക്കാനുള്ള പാർട്ട്. ഓക്കെ, താങ്ക് യു സോ മച്ച്.